കഴിഞ്ഞ ദിവസം ജബ്ബാറിന് മറുപടിയായി ചെയ്ത വീഡിയോയിൽ അദ്ദേഹത്തോട് ഇത്തരം വിഷയങ്ങളെല്ലാം ഒന്ന് സംവദിച്ചാൽ കൊള്ളാമായിരുന്നു, ഒന്ന് നേരിട്ട് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇക്കഴിഞ്ഞ ദിവസം ജബ്ബാറുമായി നേരിട്ട് ക്ലബ് ഹൗസിൽ ഒരു സംവാദം നമുക്ക് നടത്താൻ സാധിച്ചു. ഈ ഒരു വഴിത്തിരിവ് തന്നെയാണ് ഞങ്ങൾ അതിനെ കേരളത്തിലുടനീളം നിരീശ്വരവാദം പറഞ്ഞിട്ടില്ല ബാസിലെ. ഞങ്ങളും ജബ്ബാറും തമ്മിൽ നടന്ന സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള സംസാരങ്ങൾ, പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ജബ്ബാർ ഉത്തരം മുട്ടി, അദ്ദേഹത്തിന് ഒരു വാദത്തെ പോലും ഖണ്ഡിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ താൻ നിരീശ്വരവാദം തന്നെ പറയുന്നില്ല, നിരീശ്വരവാദത്തിന് വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ടില്ല എന്നുവരെ പറയേണ്ടി വന്നു എന്നെല്ലാമുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇല്ല, ജബ്ബാർ അങ്ങനെ ഉത്തരം മുട്ടിയിട്ടൊന്നുമില്ല, വല്ലാതെ പ്രയാസപ്പെട്ടിട്ടൊന്നുമില്ല, അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെല്ലാമുള്ള പ്രചാരണം മറുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ രണ്ട് പ്രചാരണങ്ങളെയും നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. മറിച്ച് പൂർണ്ണമായി ആ റെക്കോർഡിംഗ്, ആ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിന്റെ പൂർണ്ണമായ റെക്കോർഡിംഗ് ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. അപ്പോ വെറും 1.5 മണിക്കൂർ മാത്രമുള്ള ആ ഒരു ഡിബേറ്റ് നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി കേൾക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തിക്കോളൂ. ആർക്കെങ്കിലും ഉത്തരം മുട്ടിയോ, ആർക്കെങ്കിലും വിഷയത്തെ അഭിമുഖീകരിക്കാൻ പ്രയാസം നേരിട്ടോ, ആർക്കെങ്കിലും കോമൺ സെൻസിന് പോലും നിരക്കാത്ത വാദങ്ങൾ പറയേണ്ടി വന്നോ എന്നെല്ലാം നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ബാക്കി ഈ പ്രചാരണങ്ങൾ ഏതാണ് ശരി എന്നുള്ളത് നിങ്ങൾക്കത് കേട്ടാൽ തന്നെ മനസ്സിലാകും എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി ഈ അടുത്ത സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ നടന്ന സംവാദത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ ചുരുങ്ങിയൊന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി, ദൈവനിഷേധം യുക്തിപരമോ എന്നുള്ള ഒരു ടൈറ്റിലിൽ കഴിഞ്ഞ ആഴ്ച ഒരു 7 ദിവസമൊക്കെ മുമ്പ് നമ്മളൊരു പ്രോഗ്രാം ക്ലബ് ഹൗസിൽ സംഘടിപ്പിച്ചിരുന്നു. അതിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ദൈവം ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടായേ തീരൂ, അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് നെസസറിയായി, നിർബന്ധമായും അങ്ങനെ ഒരു അസ്തിത്വം ഉണ്ടായേ തീരൂ, എങ്കിൽ മാത്രമേ ഈ കാണുന്ന പ്രപഞ്ചത്തെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമാവൂ എന്ന തരത്തിലുള്ള കണ്ടിൻജൻസി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് ദൈവമുണ്ട് എന്നുള്ളതിന് നമ്മൾ മുന്നോട്ട് വെച്ചു. ആ ഒരു ചർച്ചയിൽ ഒരുപാട് നിരീശ്വരവാദികൾ അതിനെ കൗണ്ടർ ചെയ്യാനും അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനും ശ്രമിച്ചെങ്കിലും അവർക്കാർക്കും കൃത്യമായി അതിന് സാധിച്ചില്ല. അതെല്ലാവരും, അവർ പോലും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അവിടെ ആ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ ആർഗ്യുമെന്റിനെ കൗണ്ടർ ചെയ്യാൻ നിരീശ്വരവാദികളായ സുഹൃത്തുക്കൾക്ക് സാധിച്ചിട്ടില്ല. അതൊരു പക്ഷെ അവർ പ്രിപ്പയർഡ് ആവാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരാഴ്ചക്ക് ശേഷം ഞങ്ങൾ ഇതേ പേരിൽ ഇതേ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു പ്രോഗ്രാം കൂടി സംഘടിപ്പിക്കും. അതിലേക്കെങ്കിലും നിരീശ്വരവാദികൾ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് മറുപടി പറയാൻ പ്രിപ്പയർഡായി വരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം അവസാനിപ്പിച്ചത്. അതിന്റെ പൂർണ്ണമായ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് അൺമാസ്കിംഗ് എത്തീസം എന്നുള്ള ചാനൽ ലഭ്യമാണ്. അങ്ങനെയാണ് മിനിഞ്ഞാന്ന് നടന്ന ഈ ഒരു സംവാദം സംഘടിപ്പിക്കപ്പെടുന്നത്. അതിന്റെയും ടൈറ്റിൽ ഇതേ കാര്യം തന്നെയായിരുന്നു, ദൈവനിഷേധം യുക്തിപരമോ എന്നുള്ള അതേ ടൈറ്റിലിൽ അതേ ആർഗ്യുമെന്റ് വെച്ചിട്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് റെഫ്യൂട്ട് ചെയ്യണം എന്ന് നിരീശ്വരവാദികളോട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഒരു പരിപാടി വെച്ചത്. ഈ ഒരു പ്രോഗ്രാമിൽ നിരീശ്വരവാദികൾ, ഭൗതികവാദികൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയി വരികയും പ്രത്യേകിച്ചും ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ വക്താക്കളൊക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെ ആ ചർച്ചയിൽ ഇടപെടുകയും അവർ അവരുടെ കൗണ്ടർ ആർഗ്യുമെന്റുകൾ വളരെ മാന്യമായ രൂപത്തിൽ തന്നെ പ്രസന്റ് ചെയ്യുകയും അതിന് നമ്മൾ നമ്മുടെ മറുപടികൾ പറയുകയും എല്ലാം ചെയ്തു. അതിൽ പങ്കജനാഭനെ പോലെയുള്ള വളരെ മാന്യമായി തന്നെ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജീവൻ സാറിനെ പോലെയുള്ള ഫിലോസഫിയിലൊക്കെ വളരെ അവഗാഹമുള്ള പ്രൊഫസറും കൂടിയായ അദ്ദേഹമൊക്കെ നമ്മുടെ ചർച്ചയിൽ വരികയും അദ്ദേഹത്തിൻ്റെതായ ചില വീക്ഷണ കോണുകൾ അവതരിപ്പിക്കുകയും നമ്മൾ അതിന് മറുപടികൾ പറഞ്ഞപ്പോൾ വളരെ നല്ല രൂപത്തിൽ തന്നെ അത് അപ്രിഷിയേറ്റ് ചെയ്യുകയും ദൈവത്തെ നിങ്ങൾക്ക് ഒരു ലോജിക്കും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ദൈവത്തെ ലോജിക്കലി കൂടി അത് കൺവിൻസ് ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം വളരെ പ്രശംസനാർഹമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ ചർച്ച മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ദൈവം ഉണ്ട് എന്നുള്ളതിന് നമ്മൾ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ് അത് ഇതിന് വിരുദ്ധമായി വാദിക്കുന്ന ആളുകൾ കൂടി അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ ആ ഒരു ചർച്ച എത്തിയപ്പോൾ, ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം റെക്കോർഡഡായി ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം ഈ ഒരു രൂപത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കഥാനായകൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. സാക്ഷാൽ ജബ്ബാർ. അദ്ദേഹം ഈ ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സ്പീക്കേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു വരികയും സംസാരിച്ചു തുടങ്ങുന്നതും. അതുവരെ
വളരെ സ്റ്റാൻഡേർഡായി പോയിക്കൊണ്ടിരുന്ന വളരെ ഇന്റലക്ച്വൽ ആയ ഒരു ഡിസ്കഷൻ ആയിരുന്നു നടന്നിരുന്നത് എങ്കിൽ ജബ്ബാർ വന്നതോടുകൂടി അതിന്റെ ഒരു നിലവാരം താഴോട്ട് പോയി എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. 2 പാർട്ടായിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ ഈ പറഞ്ഞ രാജീവൻ സാറും പങ്കജനാഭൻ സാറും അങ്ങനെയുള്ള നിരീശ്വരവാദികളെല്ലാം സംസാരിച്ച ഭാഗമാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ടിലാണ് ജബ്ബാർ ആയി നടന്നിട്ടുള്ള 1.5 മണിക്കൂറുള്ള സംവാദമുള്ളത്. അപ്പൊ രണ്ടും കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം, നിലവാരത്തിലുള്ള വ്യത്യാസം മനസ്സിലാകും. അപ്പൊ ജബ്ബാർ വന്നിട്ട് അദ്ദേഹത്തിന് ഈ നിരീശ്വരവാദം പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഉന്നയിച്ച ഈ ആർഗ്യുമെന്റിനെ കൗണ്ടർ ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞാൻ മദ്രസയിൽ പോയപ്പോൾ ഞാൻ പഠിച്ച അള്ളാഹു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹം നിരന്തരം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഒരു ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അത്തരം ചർച്ചകളൊക്കെ രണ്ടാമതാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം അതൊന്നും കൂട്ടാകാതെ അദ്ദേഹം വീണ്ടും ചെയ്യുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവും മലക്കുകളും അള്ളാഹുവും നബിയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥിരം വാദങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. അവിടെ നമ്മൾ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് നിങ്ങൾ നിരീശ്വരവാദികളാണ്, അതായത് നിങ്ങൾ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ദൈവമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ 2 കാര്യത്തിൽ ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് ആ ദൈവം എങ്ങനെ എന്നുള്ള, അതായത് ദൈവത്തിന് കോപമുണ്ടോ കാരുണ്യമുണ്ടോ അത് അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വരുന്നത് ദൈവം ഉണ്ടോ ഇല്ലെന്ന് ചർച്ച ചെയ്ത് തീരുമാനമാക്കിയതിനു ശേഷമാണല്ലോ. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം തന്നെ ഇല്ല, ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ് നിരീശ്വരവാദികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് കാരുണ്യമുണ്ടോ, ദൈവം പ്രാർത്ഥന കേൾക്കുമോ, ദൈവം കാരുണ്യവാനാണോ, കോപിക്കുമോ, ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം ഇല്ലാത്ത ഒരാൾ കോപിക്കുമോ, ഇല്ലാത്ത ഒരാൾക്ക് കാരുണ്യമുണ്ടോ എന്ന് ആരെങ്കിലും ചർച്ച ചെയ്യോ? അതാണ് നമ്മൾ വളരെ മാന്യമായ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്ല ചർച്ച ചെയ്യേണ്ടത്, നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ദൈവമില്ല, ഇങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങുന്നേ ഇല്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ് അത് വളരെ സ്റ്റാൻഡേർഡായി ഡിസ്കസ് ചെയ്യുന്ന നിരീശ്വരവാദികൾക്ക് പോലും അത് കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടാണോ നമ്മുടെ ജബ്ബാർ മാഷ്, അപ്പം അദ്ദേഹത്തിന് അതിൽ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അതിലേക്ക് വരുന്നേ ഇല്ല. അപ്പൊ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, മാഷെ നിങ്ങൾ നിരീശ്വരവാദം പ്രസംഗിച്ച് നടക്കുന്ന ആളല്ലേ, അവിടെ നമ്മളിവിടെ ദൈവം ഉണ്ടായേ തീരൂ, ദൈവം നെസസറി എക്സിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ, ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ, അതിന്റെ ലോജിക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ല, ദൈവം ഇല്ല എന്ന് പ്രൂവ് ചെയ്യണ്ടേ മാഷെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഞാൻ നിരീശ്വരവാദം പ്രസംഗിച്ച് നടന്നിട്ട് തന്നെ ഇല്ല എന്നാണ്. കണ്ടിജൻസി അദ്ദേഹത്തിന് തൊടാൻ സാധിക്കില്ല, അതൊന്നാമത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചാണ് അദ്ദേഹത്തിന് സംശയം, അല്ലാതെ എക്സിസ്റ്റൻസിനെ കുറിച്ച്. ഞങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ പ്രൂവ് ചെയ്തത്. അതായത് ഒരു പ്രപഞ്ചാതീതമായ ഒരു അസ്തിത്വത്തിന്റെ അത് നെസസറിയാണ്, അത് ഉണ്ടായേ തീരൂ, ദൈവം ഉണ്ടായേ തീരൂ ലോജിക്കലി എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. പിന്നെ ഉള്ളത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്തുകൾ ഇവിടെ വിഷയത്തിലാണ് അദ്ദേഹത്തിന് തർക്കമാണ്. ഇത് കേരളത്തിലെ നിരീശ്വരവാദികൾ എല്ലാവരും 2 വീതം 3 നേരം കേൾക്കണം എന്നാണ് പറയാനുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആള് ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പോലും, അത് ഉണ്ടായേ തീരൂ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചിട്ട് അതിനൊന്നും കൗണ്ടർ ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വഴിത്തിരിവ് തന്നെയാണ്. ഞങ്ങൾ അതിനെ കേരളത്തിലുടനീളം നിരീശ്വരവാദം പറഞ്ഞിട്ടില്ല ബാസിലെ. ഞാൻ അള്ളാഹു ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹു വാദമായി പറഞ്ഞിട്ടുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടിരുന്നല്ലോ ജബ്ബാർ മാഷെ, ഒരു there is no God enjoy life എന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് കണ്ടിരുന്നല്ലോ. ആ ഗോഡ് അള്ളാഹു ആണ്. ശരി, അതായത് ജബ്ബാർ മാഷ് ഒരു അള്ളാഹു വിരോധിയാണെന്നുള്ളതാണ്. അതായത് ഇസ്ലാം വിരോധം മൂത്ത് ഒരു അള്ളാഹു വിരോധിയായി മാറി എന്നുള്ളതാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അപ്പോ ഇവിടെ നമ്മൾ ഒരു ചർച്ചയാവുമ്പോ 1 by 1 ആയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. ആദ്യം ഒരവസ്ഥ നോക്കൂ, കൃത്യമായ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചപ്പോൾ, ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു ലോജിക്കലായ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടുകൂടി കേരളത്തിൽ 19 വർഷമായി ഈ നിരീശ്വരവാദം പ്രസംഗിച്ച് നടക്കുന്ന, അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ദൈവനിഷേധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ദൈവമില്ല അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നുള്ള ടീഷർട്ടൊക്കെ ഇട്ട് നടന്ന് അത് പ്രസംഗിച്ച് നടന്ന ആള് പറയാണ്, ഞാൻ കേരളത്തിൽ നിരീശ്വരവാദം പ്രസംഗിച്ച് നടന്നിട്ട് തന്നെ ഇല്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇത് വാദത്തിന് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണെങ്കിലും അദ്ദേഹം ആ പറയുന്ന ആ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അതിനേക്കാൾ, അദ്ദേഹത്തിന്റെ ഗതികേടിനേക്കാൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്, ഇദ്ദേഹത്തിന്റെ വാദം കേട്ടിട്ട് ഈ ദൈവ വിശ്വാസമൊക്കെ ഒഴിവാക്കിയ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ കുറെ സാധുക്കൾ ഉണ്ടാവുമല്ലോ, അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ? ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് ദൈവനിഷേധികളായ ആളുകൾ അവര് പറയാണ്, അവരുടെ മുന്നിൽ വെച്ച് ഇയാൾ പറയാണ് എന്ത്, ഞാൻ ദൈവനിഷേധം പ്രസംഗിച്ച് നടന്നിട്ടില്ല, ഞാൻ നിരീശ്വരവാദം പ്രസംഗിച്ച് നടന്നിട്ടില്ല എന്ന്. വളരെ സഹതാപം തോന്നുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ആ ഡിസ്കഷൻ നടന്നിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതലായി പോവുകയല്ല. അപ്പൊ ഏതായാലും അത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, നിരീശ്വരവാദം എന്നുള്ള, ദൈവമില്ല എന്നുള്ള ഇവരുടെ അടിസ്ഥാനപരമായ വാദം, ഇവരുടെ ഐഡന്റിറ്റി തന്നെ നിരീശ്വരവാദികൾ എന്നാണ്. അപ്പോ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ് ഇവർ. ആ ദൈവമില്ല എന്നുള്ള വാദം പോലും ഒരു നാലാളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തവരാണ് ഇവരുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാർ എന്ന് പ്രൂവ് ചെയ്ത ഒരു സംവാദമാണ് അത്. അപ്പോ അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ അടിസ്ഥാനം തകർന്നു കഴിഞ്ഞു. അപ്പോ ഇവിടെ പലപ്പോഴും നിരീശ്വരവാദികൾ ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവമുണ്ട് എന്ന് നമ്മൾ ലോജിക്കലി ആർഗ്യൂ ചെയ്യുമ്പോൾ, അതിന് അവർക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ അങ്ങനെ നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊന്നല്ല, ഞങ്ങൾ ഫ്രീ തിങ്കേഴ്സ് ആണ്, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇനി ഞാൻ രണ്ടാമത്തെ സംവാദത്തെ കുറിച്ച് പറയുന്നത്. ഏതായാലും ഒന്നാമത്തെ, ഇവരുടെ അടിസ്ഥാനം ഇവിടെ തകർന്നു കഴിഞ്ഞു, ദൈവനിഷേധം എന്നുള്ളതിന് അതിന് യാതൊരു ലോജിക്കും ഇല്ല എന്നുള്ളത് നമ്മളിവിടെ ഈ ഒരു സംവാദത്തോടു കൂടി അൽഹംദുലില്ലാ അത് കേൾക്കുന്ന ആളുകൾക്ക്, മുൻവിധികളില്ലാതെ കേൾക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന രൂപത്തിൽ നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം നമ്മളിവിടെ പൊളിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഈ രണ്ടാമത്തെ ഒരു കച്ചിത്തുരുമ്പ് മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്, അതായത് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു കച്ചിത്തുരുമ്പ്. അപ്പൊ അതുകൂടി ഒന്ന്, അതിന്റെ കാര്യത്തിൽ കൂടി ഒന്ന് തീരുമാനമാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിനാണ് മാഷ ഞാൻ രണ്ടാമത്തെ ഒരു സംവാദത്തിന് കൂടി ഒന്ന് ക്ഷണിക്കുന്നത്. നിർബന്ധിക്കൊന്നല്ല, മറിച്ച് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം തന്നെ ഇട്ട ഒരു ടൈറ്റിൽ ഉണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറുപടി പറഞ്ഞ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നൂലില്ലാത്ത പട്ടമോ എന്ന അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച വിഷയത്തിൽ നമുക്കൊന്ന് സംവദിക്കാൻ മാഷ് ഒന്ന് തയ്യാറാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടാനുള്ളത്. എനിക്കറിയാം, കാരണം കഴിഞ്ഞ സംവാദം കഴിഞ്ഞപ്പോൾ ഈ ജബ്ബാറിനെ തന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള എക്സ് മുസ്ലിങ്ങളും അതുപോലെ തന്നെ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എല്ലാവരും കൂടി അവർ വേറൊരു റൂമൊക്കെ തുടങ്ങി മാഷിനെ ഭയങ്കര ഉപദേശം. മാഷ് അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു, അവരുടെ മുമ്പിൽ പോയി ചെന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു, മാഷ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഉപദേശമായിരുന്നു. അങ്ങനെ അവസാനം ജബ്ബാർ തന്നെ പറഞ്ഞു, ഞാൻ ഇനി അവരുടെ മുമ്പിൽ പോയി പെടുന്നതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം എന്നൊക്കെ ജബ്ബാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ഇനി തുടർന്ന് അവരുടെയൊക്കെ ചർച്ചകളിൽ പോണ്ടേ എന്നുള്ള കാര്യം ഞാനും ഒന്ന് പുനർവിചിന്തനം നടത്താം. നമുക്ക് ഇതുപോലുള്ള ചർച്ചകൾ എല്ലാ ദിവസവും ഓരോ വിഷയം വെച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ട് തുടർന്നു പോകാം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ ഇനി മാഷ് നേരിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കുറവാണെന്ന് അറിയാം, എങ്കിലും ഒരൊറ്റ ചാൻസ് കൂടി, ഒരൊറ്റ തവണ കൂടി ഞങ്ങളുടെ മുമ്പിൽ ഈ ഒരു വിഷയം, താങ്കൾ തന്നെ മുന്നോട്ട് വെച്ച ഈ സ്വതന്ത്ര ചിന്ത നൂലില്ലാത്ത പട്ടമോ എന്ന വിഷയത്തിൽ കൂടി താങ്കളൊന്ന് സംവാദത്തിന് വരണം എന്ന് ഒന്നുകൂടി ഒന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം എന്താ, മാഷിനെ പല ആൾക്കാരും ആ മാഷിനെ തടയുമെന്നൊക്കെ അറിയാം, പോകരുത്, അത് കുരുക്കാണ്, അവരുടെ മുമ്പിൽ പോയി പെടരുത് എന്നൊക്കെ പറയുമെന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് മാഷിനോട് പറയുന്നത്, മാഷിന് കഴിയും, മാഷ് അങ്ങനെ അത്ര മോശമൊന്നുമല്ല. അപ്പോൾ മാഷിന് കഴിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാഷിന് അങ്ങനെ സംവാദം തീരെ പറ്റാത്ത ആളൊന്നല്ല. അപ്പോൾ ഏതായാലും നമുക്ക് അതുകൂടി ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനം. എന്തായാലും നിരീശ്വരവാദത്തിന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനം ആയിട്ടുണ്ട്. ഇനി സ്വതന്ത്ര ചിന്ത എന്നുള്ള ഒരു കച്ചിത്തുരുമ്പ് മാത്രമാണ് അതിന്റെ അടിസ്ഥാനം, അതിന്റെ ധാർമ്മികത ഒന്നും വേണ്ട. മാഷ് തന്നെ മുന്നോട്ട് വെച്ച സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നൂലില്ലാത്തൊരു പട്ടമാണോ എന്ന വിഷയം മാത്രം നമുക്ക് എടുത്തൊന്ന് ഇതേപോലെ ഒന്ന് ചർച്ച ചെയ്താൽ, അതുകൂടി ഒരു തീരുമാനമായാൽ ഏകദേശം ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുകൂടി കഴിഞ്ഞാൽ പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാഷ് പിന്മാറരുത്. ആരെങ്കിലും പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷിനെ പല ആൾക്കാരും തടയും എന്നറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, മാഷിന് കഴിയും, മാഷിന് അതിനുള്ള കഴിവുണ്ട്, സംവദിക്കാനുള്ള കഴിവുണ്ട്, മാഷ് വരണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കുറെ കാലം ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ മറുപടികളൊന്നുമില്ല, മറുശബ്ദങ്ങളൊന്നും ഇല്ലാതെ കുറെ പറഞ്ഞതല്ലേ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സംവാദങ്ങളൊക്കെ ആവാം എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഏതായാലും മാഷ് ആ വിഷയത്തിൽ കൂടി ഒന്ന് തയ്യാറാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.